പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അളവ് പാൻറ്റിൽ നിന്നും അളവെടുത്ത് ഇതുപോലുള്ള യൂണിഫോം പാൻറ്റുകൾ, അതായത് നമ്മുടെ ഈ OT ഡ്രസ്സില്ലേ, ഹോസ്പിറ്റലിലുള്ള OT ഡ്രസ്സുകളുണ്ട്, ആ ഡ്രസ്സുകൾക്കൊക്കെ ഇടുന്ന പാൻസുകൾ അത് കട്ട് ചെയ്യുന്നു ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ട്, ആദ്യം ഈ പാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോയും രണ്ടാമത് നമ്മൾ ഇതുപോലുള്ള OT ഡ്രസ് ഹോസ്പിറ്റൽ യൂണിഫോംസാണ്. ഇതൊക്കെ ഈ ഇതൊക്കെ പോലുള്ള കോട്ടുകൾ, ഈ വീനെക്ക് മോഡലുള്ള കോട്ടുകളൊക്കെ എങ്ങനെ നമ്മൾ വെട്ടി തയ്ക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ആണ്. ഇന്ന് നമുക്ക് പാൻസിൻ്റെ ഒരു വീഡിയോ ഇടാം കട്ട് ചെയ്യുന്നത്. നാളെ നമുക്ക് പിന്നെ ഈ കോട്ടിൻ്റെ, അതായത് ഈ ഒരു കോട്ടിൻ്റെ നാളെയോ നാളത്തെ കഴിഞ്ഞോ 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു കോട്ട്, അതായത് ഇങ്ങനത്തെ വീനക്കുള്ളൊരു കോട്ടിൻ്റെ മോഡൽ നാളത്തെ കഴിഞ്ഞോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യും, ഈ OT ഡ്രസ്സിൻ്റെ പാൻസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അളവ് പാൻറ്റിൽ നിന്നും അളവെടുത്ത് എങ്ങനെയാണ് നമ്മളിത് വെട്ടുന്നതെന്നുള്ള കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഇതാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ ഇതിൻ്റെ അണ്ടറിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ബാക്ക് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ള പ്രത്യേകം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതേപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലൊരു അളവ് പാൻറ്റ് കിട്ടിയാൽ കൃത്യമായിട്ട് ഒരു തെറ്റുമില്ലാതെ വെട്ടി തയ്ക്കാൻ പറ്റും. അതുമല്ല, ആദ്യമായിട്ട് നമുക്ക് കട്ടിങ്ങിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ പാൻറ്റ് കൃത്യമായിട്ട് തന്നെ ഇതുപോലെ മേശപ്പുറത്ത് ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ലെങ്ത് നോക്കണം. എത്ര ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം, എത്ര ഇഞ്ചാണ് ആദ്യം നോക്കുക. അപ്പം 38 തീർന്ന് കിട്ടണം. അത് മനസ്സിൽ ഓർത്തോണം. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തരാം. കട്ടിങ്ങിലേക്ക് തന്നെ നമുക്ക് പോയേക്കാം. ആദ്യം നമ്മൾ തുണി എപ്പോഴും ലെവൽ ചെയ്തു. അപ്പം 38, 2.5 ഇഞ്ച് പീസ് മടക്കി അടിക്കാനായിട്ട് കൊടുത്തോണം. ഒരു 1/2 ഇഞ്ച് കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ചെറിയ ചുരുക്കം വരും. എന്നിട്ട് നമ്മൾ ആദ്യം 38 തന്നെ മാർക്ക് ചെയ്യുന്നു. 38 മാർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക്കാണ്. എന്നിട്ട് വേണം ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കൂടുതലിടാൻ. ഫുൾ റൗണ്ട് ഇലാസ്റ്റിക്കാണ് ഇതുപോലെ. അതുകൂടാതെ തന്നെ സൈഡിൽ നമുക്ക് പോക്കറ്റും ഉണ്ട്. ഇതുപോലെ ഫ്രണ്ട് പോക്കറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോഡലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ. ഓക്കെ, ഇതിനു മുമ്പേ ഞാൻ ഫ്രണ്ട് ഇലാസ്റ്റിക് അല്ലാത്ത ബാഗ് പടി വെച്ച ഒരു പാൻസിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുന്ന് തന്നെ എന്നോട് ഫുൾ റൗണ്ടുള്ള ഇലാസ്റ്റിക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത് മാർക്ക് ചെയ്തു. പിന്നെ 3 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ മാർക്ക് ചെയ്യണം. 3 അല്ല 2.5 ആണെങ്കിലും മതി, കാരണം ഫ്രണ്ട് പടി ഇല്ലാത്തതുകൊണ്ട് 2.5 ആണെങ്കിലും മതി. 1.25 ഇഞ്ചല്ലേ ഉള്ളൂ നമുക്ക് ഇലാസ്റ്റിക് വരുള്ളൂ. അതിന് വേണ്ടി തന്നെ 2.5 ഇഞ്ച് ഇലാസ്റ്റിക്കിന് മാർക്ക് ചെയ്തു. തുണി കുറവാണെങ്കിൽ നമ്മൾ 2 ഇട്ടാലും മതി. അപ്പോൾ തുമ്പ് പിടിക്കുന്ന ശകലം അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇനി പാൻസ് ഇതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ട് പാൻസ് ഇങ്ങനെ പിടിച്ചാലേ ഉള്ളൂ കൃത്യമായി ഈ അണ്ടർ നമുക്ക് കിട്ടുള്ളൂ. എത്രത്തോളം നമ്മൾ താത്തു എന്ന് നമുക്ക് അണ്ടർ താത്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളിത് 4ആയിട്ട് ഇങ്ങനെ മടക്കി പിടിക്കണം. എങ്കിൽ കൃത്യം നമുക്ക് ഇതിൻ്റെ അണ്ടർ താത്തിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ. അല്ലാതെ ഇത് സൈഡിലോട്ട് ഒതുക്കി നീളത്തിൽ പിടിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ താത്തിരിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം അണ്ടർ താത്തിട്ടുണ്ടെന്ന് നോക്കാം. അണ്ടർ 12 ഇഞ്ച് തീർന്ന് കിട്ടുന്നത് താത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോണം. കണ്ടോ, ഇങ്ങനെ തന്നെ പിടിക്കണം. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മേലിൽ നിന്ന് ടേപ്പ് ഇങ്ങനെ താഴെ ഇട്ടാൽ കറക്റ്റ് നമുക്കറിയാം 11.5 12 അണ്ടർ താത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് അത്രയും താത്ത് കൊടുത്തിരിക്കുന്നത്. 11.5 മാക്സിമം ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ റൗണ്ടിലൊന്ന് അളന്നും കൂടെ നോക്കാം. അപ്പോൾ ഒരു കാരണവശാലും അത് തെറ്റ് വരത്തില്ല. അപ്പോൾ 11.5 മാർക്ക് ചെയ്യാം.
മുട്ടിന് എത്ര ലൂസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു 20 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടെ എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ തീർന്ന് 18 ഇഞ്ചേ ഉള്ളൂ മാക്സിമം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് 20 മാർക്ക് ചെയ്തിട്ട് മാർക്ക് കൊടുക്കണം. ഇങ്ങനെയാണ്. ഇനി വേണ്ടത് ബോട്ടം. ബോട്ടം എത്രയാണെന്ന് നോക്കുന്നു. ബോട്ടം ഇങ്ങനെ തന്നെ അടക്കണം. ബോട്ടം മാക്സിമം 13.5. അപ്പോൾ ഈ തേര് പീസിൻ്റെ അവിടുന്ന് 2.25 തള്ളിയിട്ട് 13.5യുടെ നേർ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ഇത്രയും മാർക്ക് ചെയ്തു. 6.25 മാർക്ക് ചെയ്തു. എന്നിട്ട് 6.25ൻ്റെ പകുതി 3.25 ഒരു പോയിൻറ്റും ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ. മനസ്സിലായണോ? ഒന്നുകൂടെ കാണിക്കാം. ബോട്ടം നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ 6.25 13.5 മാർക്ക് ചെയ്തു. അതിൻ്റെ നേർ പകുതി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കും. ഈ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.25. എന്നിട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കി എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് എന്നൂടെ കാണിക്കാം. കണ്ടോ, ഈ തേര് പീസിൻ്റെ അവിടെ നമുക്ക് എത്ര വന്നിട്ടുണ്ടെന്ന് പ്രത്യേകം. ഇതാണ് ഒരു പാൻറ്റിൻ്റെ മേളിലോട്ടുള്ള സെൻട്രലിൻ്റെ പ്രധാന അളവാണിത്. ഈ ബോട്ടത്തിൻ്റെ പകുതിയിൽ നിന്ന് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് നോക്കും. 6.25. ഈ കണക്ക് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോയ്സിൻ്റെ പോലും പാൻറ്റ് നമുക്ക് വെട്ടാൻ പറ്റും. അത് കൃത്യമായ ഒരു കണക്കാണ്. ഈ 6.25 നമ്മൾ മുട്ടിന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ 18 ഇഞ്ച് കൊടുക്കുന്നത്. 9, 9, 18. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇതാണ് പാൻസിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ 6.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിന് മേല് വശത്ത് എത്ര ഇഞ്ചായി ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത്, അല്ല വണ്ണം കൊടുത്തിരിക്കുന്നത്, ലൂസ് കൊടുത്തിരിക്കുന്നത് നോക്കണം. അത് കൊടുത്തിരിക്കുന്നത് 23. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 11.5, 23. ഈ ഷേപ്പ് സ്കെയിൽ, അതായത് ഈ ഷേപ്പ് സ്കെയിലിന് ഈ 23 ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മനസ്സിലായല്ലോ? വേണ്ട, ഈ ഷേപ്പ് സ്കെയിലിന് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇങ്ങോട്ട്, ഈ സൈഡിലോട്ട്. എന്നിട്ട് ഇത് തിരിച്ചിങ്ങോട്ട് വെക്കുന്നു. തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ നേരിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇങ്ങനെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് എത്ര ഇഞ്ചാണ് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഈ പാൻസ് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഭാഗം, അതായത് മേളിൽ നിന്ന് 4 ഇഞ്ച് താത്തിട്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇത്രയും നമുക്ക് തീർന്ന് കിട്ടണം. 9.25 ഇഞ്ച് തീർന്ന് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 9.25 മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ക്രോസ് വരച്ചു വിടണം. ഇതാണ് ഈ പാൻസിൻ്റെ ഫ്രണ്ട് കട്ടിങ്. ഫുൾ എലാസ്റ്റിക് പാൻസിൻ്റെ ഫ്രണ്ട് കട്ടിങ്ങാണിത്. ഓക്കെ ആയല്ലോ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ അത് കമൻറ്റിലിട്ടാൽ ഞാനത് വൃത്തിയാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞുതരാം. അണ്ടറിൻ്റെ കാര്യമാണെങ്കിലും ശരി. നമുക്കിത് കട്ട് ചെയ്യാം.
വശത്തും തന്നെ കട്ട് ചെയ്യുക. ഇപ്പോൾ ഓക്കെ. കുറച്ചും കൂടെ താമസിച്ച് ഈ കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾക്ക് ഇത് ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഈ OT ഡ്രസ്സ് ഹോസ്പിറ്റൽ യൂണിഫോം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാണോ ആ വിധത്തിലാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് ഇപ്പം എൻ്റെ വീഡിയോയുടെ ഒപ്പം തന്നെ വെട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട്, അവർക്കും കൂടി ഒന്ന് മനസ്സിലാകുന്ന വിധത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് നമുക്ക് വെട്ടണം. ബാക്ക് പീസ് നമ്മൾ വെട്ടുന്നത് തുണി ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ ജോയിൻ്റ് ഉള്ള സൈഡാണ് നമ്മൾ ടേബിളിൽ ഇടുന്നത്. ഇത് തന്നെ ഒപ്പം ഇടും, കാരണം ഫ്രണ്ടും ബാഗും നമുക്ക് ഇലാസ്റ്റിക്കാണ്. മനസ്സിലായോ? ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒപ്പം ഇടണം. ബാഗൊന്നും കയറ്റണ്ട, കാരണം ഇത് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഒരുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ ബാക്ക് സൈഡ്. ഫ്രണ്ട് നമുക്ക് പോക്കറ്റുള്ള സൈഡാണ്. ബാക്ക് സൈഡിൽ സീറ്റ് എത്ര ഇഞ്ച് കൊടുത്തിട്ടുണ്ടെന്ന് പ്രത്യേകം നോക്കണം. സീറ്റ് എത്ര ഇഞ്ച് കൊടുത്തിട്ടുണ്ട്? ഫ്രണ്ട് 9.25 ബാക്ക് സൈഡ് 9.25 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർന്ന് 9.25 കിട്ടുമ്പോൾ സാധാരണ ഈ ലൈനിൽ നിന്നും 9.25 മാർക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനെ കാൽ ലൂസ്, ഇത്രത്തോളം കാൽ ലൂസ് ഇട്ടിട്ടുണ്ട്. തീർന്ന് കിട്ടേണ്ട അളവെന്ന് നോക്കുന്നു, അത് 24 തന്നെയാണ്. ഇപ്പോൾ 24 തന്നെയാകുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചോളം മേളിൽ കൊടുക്കുന്നു. ഇവിടെയും 1.5 ഇഞ്ച് കൊടുക്കുന്നു. ഇവിടെ ബോട്ടത്തിൻ്റെ അവിടെ 1.25 കൊടുക്കുന്നു. 4 കൊടുത്തിട്ട് ആദ്യം ഇവിടെ ഈ ബോട്ടത്തിൽ നമ്മൾ വരച്ച മാർക്കിൽ കൂടെ തന്നെ വരയ്ക്കുന്നു. ഇവിടെയും നമ്മൾ മുട്ടിന് വരച്ച മാർക്കിൽ കൂടെ തന്നെ മാർക്കുന്നു. ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഈ മാർക്ക് നിർബന്ധമായിട്ട് നമ്മൾ ബോട്ടൺ മാർക്ക് ചെയ്തപോലെ ഇവിടെ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. നേരത്തെ നമ്മൾ 20 ഇഞ്ച് താത്തൊരു മുട്ടിൻ്റെ മാർക്ക് ചെയ്തു, അവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 9.25 ബാക്ക് പീസ് അളന്നിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് സീറ്റ് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഈ സ്കെയിൽ തന്നെ, അതായത് ഓവർ ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ സ്കെയിലിൽ തന്നെ നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഈ മുട്ടിൻ്റെ അവിടെ നേരെ ബോട്ടത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ തന്നെ വരയ്ക്കണം. സ്കെയിൽ വെച്ചിരിക്കുന്ന കണ്ടല്ലോ, മുട്ടിൻ്റെ അവിടുന്ന് ഇങ്ങനെ തന്നെ വരയ്ക്കണം. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് പാൻസിൻ്റെ ഒരു ഷേപ്പ് തന്നെ കിട്ടും. ഇപ്പം പെൻസിൽ ബാൻഡൊക്കെ തയ്ച്ചിട്ട് പലർക്കും ഒരു ഷേപ്പ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു കട്ടിങ് ഞാൻ കൂടുതലും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് എടുക്കുന്നതും അണ്ടർ എടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്ക് പീസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ഇത് പ്രത്യേകം ബാഗും ഫ്രണ്ടും ഇലാസ്റ്റിക് ഉള്ള ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് പാൻ്റാണ്.
ഇങ്ങനെ തന്നെ മേളിൽ നിന്നേ ഉള്ളൂ നമ്മുടെ അണ്ടറിലെ ഭാഗം വെട്ടാവുള്ളൂ, എങ്കിലേ നമുക്കത് ഷേപ്പ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ടും പാൻറ്റും നമുക്ക് ഓക്കെ ഇരിക്കുകയാണ്. അറിവില്ലാത്തവർ ഈ താഴേനെ ഇങ്ങനെ വെട്ടിപ്പോകും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വെട്ടല്ല. ഈ മേളുവശത്ത് നിന്ന് തന്നെ നിന്നിട്ട് ഇങ്ങനെ തന്നെ വെട്ടിപ്പോകണം. ഇതേപ്പറ്റി അറിയത്തില്ലാത്തവരും കട്ടിങ് അറിയത്തില്ലാത്തവരും മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് നമുക്ക് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ തെറ്റായിട്ടുള്ള രീതി നിങ്ങൾ സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിച്ച് സെറ്റായിട്ടുള്ള വീഡിയോകൾ കണ്ട് ആവർത്തിച്ചാൽ നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമറിന് തയ്ച്ചു കൊടുക്കുമ്പം അത്രത്തോളം എത്തണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയുണ്ട്. ആ രീതി വെച്ച് തന്നെ ഈ ഇവിടം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മേളിലോട്ട് കട്ട് ചെയ്യണം. അണ്ടറിൻ്റെ ഈ വശം കട്ട് ചെയ്ത് താഴോട്ട് തന്നെ വരണം, എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലെ അളവ് പാൻറ്റുകൾ വെച്ച് ഫുൾ റൗണ്ടുള്ള ഇലാസ്റ്റിക് പാൻറ്റ് പ്രത്യേകം ഓർത്തോണം. ഫുൾ റൗണ്ട് ഇങ്ങനെ വള്ളി വെച്ച് ഇലാസ്റ്റിക് പാൻറ്റ് നമുക്ക് തയ്ക്കാം. അത് തയ്ക്കുന്നത് നോക്കിക്കോണം. മേളിലൊരു 4 ഇഞ്ച് കൊടുക്കുന്നു, പിന്നെ ഒരു ക്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ബട്ടൺ ഹോൾ പോലെ വരിഞ്ഞ് കൊടുത്തിട്ട് ഇത് ഇട്ട് വരാം. സമയം കിട്ടുവാണെങ്കിൽ ഇത് തയ്ക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇടാം. അത് ഉറപ്പ് പറയുന്നില്ല, എങ്കിൽ തന്നെ ഇതുപോലെ വള്ളി കൊടുത്ത് നമുക്ക് ഇട്ടിടുവാണെന്നുണ്ടെങ്കിൽ അരവണ്ണം കൂടുതലാണെങ്കിലും നമുക്കിത് ചുമ്മാ വലിച്ച് കെട്ടിയാൽ കുറഞ്ഞോടും. ഇതിന് നമ്മൾ സാധാരണ ഹോൾ ഇട്ടിട്ടേ ഉള്ളൂ, ഹോളിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ബട്ടൺ ഹോളൊക്കെ ഇവിടെ ഇങ്ങനെ വലിഞ്ഞ് കൊടുത്തിട്ട് ഫുൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ആലോചിച്ച് ചെയ്യുക. വള്ളി ഇടുമ്പോൾ മേളിലൊരു 4 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച് തള്ളിയിട്ട് ഒരടുപ്പ് കൂടെ. അപ്പം ശരിക്ക് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് ഇലാസ്റ്റിക് ഇട്ടാലും ചുരുങ്ങി കിട്ടും. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലെയൊക്കെ തന്നെ കറക്റ്റായിട്ട് നല്ല ടൈലേഴ്സൊക്കെ ഇടുന്ന വീഡിയോകൾ കാണുകയും അത് കണ്ട് പഠിക്കുകയും ചെയ്യുക. ഒപ്പം എൻ്റെ വീഡിയോയും കാണുകയും ചെയ്യുക. പ്രോത്സാഹനം തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഷെയറും ലൈക്കും പിന്തുണയും കമൻറ്റൊക്കെ പിന്തുണയാണ് നമ്മുടെ അടുത്ത വീഡിയോയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം. അതും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.